ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ ജർമ്മനിയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ അതിനായി മക്കളെ ഒരുക്കുന്ന മാതാപിതാക്കളാണോ? എങ്കിൽ ജർമ്മൻ അഡ്മിഷനിലെ പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ ഒരു സ്റ്റെപ്പിനെ പറ്റി നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അതാണ് APS. എന്താണ് APS? ആർക്കൊക്കെയാണ് ഇത് നിർബന്ധമായിട്ടുള്ളത്? ഇതിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? ഇവയൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ലളിതമായി പറഞ്ഞാൽ ജർമ്മൻ എംബസിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനാലിറ്റി വെരിഫിക്കേഷൻ പ്രോസസ്സാണിത്. ഇന്ത്യയിലെ കോളേജുകളിലും സ്കൂളുകളിലും പഠിച്ച വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന രേഖകൾ, മാർക്ക് ലിസ്റ്റുകൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവ വ്യാജമല്ല എന്ന് ഉറപ്പുവരുത്തുവാൻ ജർമ്മനി കൊണ്ടുവന്ന ഒരു കർശന നിയമമാണിത്. നിങ്ങൾ അപേക്ഷിക്കുന്ന യൂണിവേഴ്സിറ്റി ഈ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടില്ല എങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് സ്റ്റുഡൻസ് വിസ ലഭിക്കണമെങ്കിൽ 100% ഇത് നിർബന്ധമാണ്. APS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി APS ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് എടുക്കുക എന്നത്. രണ്ടാമതായി അതിന്റെ ഫീസായ 18,000 രൂപ ഓൺലൈനായി റെമിറ്റ് ചെയ്യുക എന്നത്. മൂന്നാമതായി രേഖകൾ അപ്ലോഡ് ചെയ്യുക എന്നത്. അതായത് നിങ്ങളുടെ +2, 10th സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ, പാസ്പോർട്ട് കോപ്പി എന്നിവ കൃത്യമായി അപ്ലോഡ് ചെയ്യുക എന്നത്. ഇനി നിങ്ങൾ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ കോളേജിൽ നിന്നുള്ള ബോണഫിഡെ സർട്ടിഫിക്കറ്റ് നൽകിയാലും മതിയാകും. നാലാമതായി വേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ് പൂർത്തിയായതിനു ശേഷം അതിന്റെ പ്രിന്റ് ഔട്ടും ഫീസ് റെമിറ്റൻസ് രസീതും സർട്ടിഫിക്കറ്റ് കോപ്പികളും ഡൽഹിയിലുള്ള APS ഓഫീസിലേക്ക് കൊറിയർ വഴി അയക്കുക എന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും അയച്ചു കൊടുക്കരുത്. ഇനി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തെറ്റിക്കുന്നതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമായ 2 കാര്യങ്ങൾ കൂടി പറയാം. ഒന്നാമതായി APS സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാൻ 3 മുതൽ 12 ആഴ്ച വരെ സമയമെടുത്തേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഡെഡ്ലൈനിന് 4 മുതൽ 6 മാസം വരെ മുമ്പെങ്കിലും ഈ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ വിലപ്പെട്ട ഒരു അക്കാദമിക് ഇയർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, വെരിഫിക്കേഷൻ പ്രോസസ് പൂർത്തിയായതിനു ശേഷം നിങ്ങളുടെ ഇമെയിൽ വിലാസത്തിലേക്ക് ഡിജിറ്റലി സൈൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് PDF രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും. യാതൊരു കാരണവശാലും ഈ PDF ഫയൽ എഡിറ്റ് ചെയ്യുകയോ മറ്റേതെങ്കിലും ഫയലുമായി മെർജ് ചെയ്യുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഈ സർട്ടിഫിക്കറ്റ് അസാധുവായി കണക്കാക്കും. കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ആസൂത്രിതമായി ചെയ്യുകയാണെങ്കിൽ ജർമ്മനി പോലെയുള്ള രാജ്യത്തേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ വളരെ സുതാര്യവും ലളിതവുമാണ്. ബ്ലൈൻഡായ തീരുമാനങ്ങൾ എടുക്കാതെ ശാസ്ത്രീയമായ രീതിയിൽ നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കൂ. ജർമ്മൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വിലപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ ജർമ്മൻ കരിയർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്